ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഗ്രികൾച്ചർ വിദ്യാർത്ഥികൾക്ക് അവരുടെ അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിനേഷന്റെ കട്ട് ഓഫ് എത്രയാണ് എന്നതിന്റെ ഒരു കൃത്യമായ ഒരു ഡിക്ലറേഷൻ നൽകാൻ വേണ്ടിയാണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട്. എക്സാമിനേഷൻ കഴിഞ്ഞുടൻ തന്നെ എന്താകും കട്ട് ഓഫ് എന്നൊരു അനാലിസിസ് നടത്താൻ വേണ്ടി നിങ്ങളിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു കട്ട് ഓഫ് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ക്യാമ്പയിൻ ചെയ്യുകയും ധാരാളം ഫീഡ്ബാക്ക് കുട്ടികളിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ അഗ്രികൾച്ചർ വിദ്യാർത്ഥികളും ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ ഈ ഒരു എക്സാമിനേഷന്റെ കൃത്യമായ ഡേറ്റാസിനെയും കഴിഞ്ഞ വർഷം ഇതിനു മുമ്പ് നടന്ന എക്സാമിനേഷന്റെ നിയമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കട്ട് ഓഫ് നമ്മുടെ പ്രഡിക്ഷനിലേക്ക് എത്തുന്നത്. ഈ ഒരു എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 506/2024 എന്ന നമ്പറിൽ നോട്ടിഫിക്കേഷൻ വരികയും എക്സാമിനേഷൻ കഴിയുകയും ചെയ്തൊരു പരീക്ഷയാണ്. അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു എക്സാമിനേഷൻ ആയിരുന്നു. ഈ ഒരു എക്സാമിനേഷനെ ഡേറ്റ എടുക്കുമ്പോൾ അതിൽ മൊത്തത്തിൽ എക്സാമിന് എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 5466 ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു എക്സാമിനേഷൻ എഴുതിയത്. നമുക്ക് ഡേറ്റ കളക്ഷനിലൂടെ മൊത്തം 150 ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് ഡേറ്റ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ, അതായത് നേരത്തെ ഉള്ള എക്സിസ്റ്റ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏതാണ്ട് 436 പേർക്ക് നിലവിൽ നിയമനം നൽകിയിട്ടുണ്ട് PSC. ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇനിയും നിലനിൽക്കുന്നു എന്നത് നമ്മുടെ മുമ്പിൽ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. ആ ഒരു ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു 436 എന്നുള്ളത് ഉയരും എന്നതും നമ്മുടെ മനസ്സിൽ കൃത്യമായൊരു ധാരണ വേണം. അങ്ങനെ നമ്മൾ മാത്തമാറ്റിക്കൽ വാല്യൂസ് ഇട്ട് നമ്മൾ അസസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമിനേഷന്റെ കട്ട് ഓഫ് മാർക്ക് ഏതാണ്ട് 45 മുതൽ ഏതാണ്ട് 55 വരെ മാർക്ക് ആയിരിക്കും എന്നുള്ളതാണ്. ഈ 45 മുതൽ 55 അതൊരു ഏകദേശ മാർക്കാണ്. ഈ ഒരു മാർക്കിനകത്തായിരിക്കാനാണ് സാധ്യത. കാരണം ഈ ഒരു നിയമനങ്ങളുടെ എണ്ണവും അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ഔട്ട്പുട്ടുമാണ് നമ്മുടെ ഒരു റേഷ്യോവിന് അടിസ്ഥാനമായിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു വാല്യൂവിനകത്തായിരിക്കും നിങ്ങൾക്ക് മാർക്ക് വരിക. അപ്പം ഈ ഒരു മാർക്കിലേക്ക് എത്താൻ പറ്റാത്ത ഒരു വിഭാഗം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ വാല്യുവേഷൻ, നിങ്ങളുടെ എഴുതിയെടുത്ത നിങ്ങളുടെ ആൻസർ ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾ അസസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു വാല്യൂ കിട്ടാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വാല്യൂവിന് അടുത്ത് മാത്രമാണ് നിങ്ങളുടെ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആകണ്ട. എക്സാമിനേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ഇനി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള 2 എക്സാമിനേഷനാണ്. അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം FCI അസിസ്റ്റന്റ് ഗ്രേഡ് 3 എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ വരുന്നുണ്ട്. ഇനി IBPS അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു എക്സാമിനേഷനും വരുന്നുണ്ട്. ഈ 2 എക്സാമിനേഷനും അത്യാവശ്യം നല്ല സാലറി സ്കെയിലുള്ള, അത്യാവശ്യം നല്ല സ്റ്റാറ്റസ് ഉള്ള തസ്തികയാണ്. ഈ രണ്ടിനും നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുത്ത് മുമ്പോട്ട് പോകാവുന്നതാണ്. ഈ 2 കോഴ്സുകളുടെയും കോച്ചിങ് ഏണസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കൃത്യവും വ്യക്തമായ ഒരു പഠന മാതൃക നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ അനായാസം നിങ്ങൾക്കും പാസ്സാവാവുന്നതാണ്. ഒരു സർക്കാർ ജോലി എന്ന നിങ്ങളുടെ ലക്ഷ്യം വളരെ അനായാസം കരസ്ഥമാക്കാൻ ഞങ്ങൾ തയ്യാറാക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ഇനിയുള്ള മുമ്പോട്ടുള്ള യാത്രകൾ ഒരുമിച്ച് നടത്തി ഇനിയും വിജയം മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.